ഹായ് എല്ലാവർക്കും PSC സ്വാഗതം. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസ് കാണാത്തവരൊക്കെ ആ ക്ലാസ് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട്, എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ മൊഡ്യൂൾ 1 അബ്കാരി ആക്ട് 1077 കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. കുറച്ച് സെക്ഷൻസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ആ മൊഡ്യൂളിൽ അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കീഴിൽ കുറച്ച് സെക്ഷൻസ് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഓക്കെ, അതിൽ സെക്ഷൻ 15 പറയുന്നത്. സെക്ഷൻ 15 സെയിൽ ഓഫ് ലിക്വർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് വിത്തൗട്ട് ലൈസൻസ് പ്രൊഹിബിറ്റഡ് പവർ ടു എക്സംപ്റ്റ് ടോഡി. സെയിൽ ഓഫ് ലിക്വർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് വിത്തൗട്ട് ലൈസൻസ് പ്രൊഹിബിറ്റഡ് പവർ ടു എക്സംപ്റ്റ് ടോഡി. കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 15 ആണ്. സെയിൽ ഓഫ് ലിക്വർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് വിത്തൗട്ട് ലൈസൻസ് പ്രൊഹിബിറ്റഡ് എക്സെപ്റ്റ് ഏതാണ്? ടോഡി. ടോഡി എന്ന് പറഞ്ഞാൽ കള്ളാണ്. ഓക്കെ, എന്താണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്? ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിൻ്റെ സെയിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. എക്സെപ്റ്റ് ഏതാണ്? ടോഡി. ഓക്കെ, അപ്പോൾ നോ ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഷാൽ ബി സോൾഡ് വിത്തൗട്ട് എ ലൈസൻസ് ഫ്രം ദ കമ്മീഷണർ പ്രൊവൈഡഡ് ദാറ്റ് ദ പേഴ്സൺ ഹാവിംഗ് ദ റൈറ്റ് ടു ദ ടോഡി ഡ്രാൺ ഫ്രം എനി ട്രീ മേ സെൽ ദ സെയിം വിത്തൗട്ട് എ ലൈസൻസ് ടു പേഴ്സൺ ലൈസൻസ് ടു മാനുഫാക്ചർ ഓർ സെൽ ടോഡി അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, അപ്പോൾ കള്ള് ചെത്താൻ അവകാശം ഉള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ, അതായത് ഇപ്പം നമ്മുടെ ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ആയുള്ള ഡ്രഗ്സൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് വേണം. ഓക്കെ, അത് കൊടുക്കുന്നത് ആരാണ്? കമ്മീഷണറാണ് ആ ലൈസൻസ് കൊടുക്കുന്നത്. ഓക്കെ, എക്സൈസ് കമ്മീഷണർ. അപ്പോൾ ടോഡി കള്ള് ചെത്തുന്നതിന് നിയമപ്രകാരം അനുമതിയുള്ള ആൾക്കാർക്ക് എന്ത്? ലൈസൻസ് ഒന്നും വേണ്ട. അത് വിൽക്കാനായിട്ട് കള്ള് ചെത്തുന്നതിന് ഒരു ലൈസൻസ് എന്തായാലും കൊടുക്കുമല്ലോ, അവർക്ക് അധികാരപ്പെടുത്തുമല്ലോ. അപ്പോൾ ആ ഒരു കള്ള് ചെത്തുന്ന അത് അധികാരപ്പെടുത്തി ചുമതലയുള്ള ആൾക്കാർക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പം കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ ആൾക്ക് വിൽക്കാനായിട്ട് പറ്റും. അതിനെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? സെക്ഷൻ 15 പറയുന്നത്. ഓക്കെ, അപ്പോൾ കള്ള് ചെത്തുന്നവർക്ക് എന്തായാലും ഒരു ലൈസൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് കള്ള് ചെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ലൈസൻസ്. അപ്പോൾ ആ ചെത്തിയെടുക്കുന്ന കള്ള് അവർക്ക് വിൽക്കാനായിട്ട് വേറൊരു ലൈസൻസിൻ്റെ ആവശ്യമില്ല. അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 15 ആണ്. അപ്പോൾ കള്ള് ചെത്താനായിട്ട് അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ, അതായത് വിൽക്കാനുള്ള ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കുകയാണ് ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാവുന്നതും ആണെന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സെക്ഷൻ 15 തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കമ്മീഷണറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ, എക്സൈസ് കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നോ വിൽക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പ്രൊവൈഡഡ് ആൾ ദാറ്റ് ദ ഗവൺമെൻറ് മേ ഡിക്ലെയർ ദാറ്റ് എനി ഓർ all of the provisions of this act shall not apply in any local area to trees tapped or to toddy drawn. Nothing in this section applies to the sale of any foreign liquor legally procured by any person for his private use and sold by him or by auction on his behalf of his representatives in interest upon his quitting a station or after his decease. Okay, അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് മദ്യം ഏതെങ്കിലും തരത്തിൽ, ഇപ്പം വിൽപ്പന എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് വിൽപ്പനയാണ്. ഓക്കെ, മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുന്നത് എന്താണ്? വിൽപ്പനയാണ്. ഇപ്പം വലിയ ബോട്ടിലൊക്കെ മേടിച്ചിട്ട് അതിനകത്തുനിന്ന് ചെറിയ ചെറിയ ഫ്രൂട്ടി കുപ്പികളിലോ അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് വിൽക്കുന്നവരുണ്ട്. അത് എന്താണ്? വിൽപ്പനയാണ്. അതുപോലെ തന്നെ മദ്യം പാരിതോഷികമായിട്ട് കൊടുക്കാറുണ്ട്. അതും എന്ത് തന്നെയാണ്? വിൽപ്പന തന്നെയാണ്. അതും ഓർത്തിരിക്കുക. മദ്യം പാരിതോഷികമായിട്ട് കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? വിൽപ്പന ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സെക്ഷൻ 15 എന്തൊക്കെയാണ് പറയുന്നത്? സെയിൽ ഓഫ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് വിത്തൗട്ട് ലൈസൻസ് പ്രൊഹിബിറ്റഡ്. സെയിൽ ഓഫ് എന്ത്? ലിക്കർ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിൻ്റെ സെയിൽ നിരോധിച്ചിരിക്കുന്നു. വിത്തൗട്ട് ലൈസൻസ്, കമ്മീഷണർ ലൈസൻസ് ഇല്ലാതെ ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എക്സെപ്റ്റ് ടോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കള്ള് ചെത്താനായിട്ട് അവകാശമുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെത്തിയെടുക്കുന്ന കള്ള് ഷാപ്പിലൊക്കെ കൊണ്ടുപോയി വിൽക്കാനായിട്ട് പറ്റും. അതിന് പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ആവശ്യം ഇല്ല. അത് ഏതിനകത്താണ് പറയുന്നത്? സെക്ഷൻ 15 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് സെക്ഷൻ 21. സെക്ഷൻ 21 സെക്ഷൻ 21 എന്താണ്? ടോഡി ഫാർമർ മേ ഗ്രാൻഡ് ലൈസൻസ്. നേരത്തെ സെക്ഷൻ 15 പറഞ്ഞു കള്ള് ചെത്താൻ അവകാശമുള്ളവർക്ക് അത് വിൽക്കുവാനുള്ള വേറെ സെപ്പറേറ്റ് ലൈസൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് സെക്ഷൻ 21 പറയുന്നത് ആ ഒരു ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ടോഡി ഫാർമർ മേ ഗ്രാൻഡ് ലൈസൻസ് when the exclusive privilege of manufacturing toddy has been granted under section 18A, the government may declare that
the written permission of the guarantee to draw toddy shall have within the area to which the privilege extends the same force and effect as license from 159 അതായത് കമ്മീഷണർ ഫോർ ദാറ്റ് പർപ്പസ് അണ്ടർ സെക്ഷൻ 12. അതിനകത്ത് പറയുന്നത് കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 21 ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പം സെക്ഷൻ 21 വലിയ കാര്യങ്ങളൊന്നുമില്ല, ആ പറയുന്ന സെൻറ്റൻസുകളുടെ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. സെക്ഷൻ 21 എന്താണ്? ടോഡി ഫാമേഴ്സിന് കൊടുക്കുന്ന ഗ്രാൻറ്റ് ചെയ്യുന്ന ലൈസൻസിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെക്ഷൻ 21 എന്താണ്? കള്ള് ചെത്തുന്നവർക്ക് നൽകേണ്ട ലൈസൻസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷനാണ് ഇത് സെക്ഷൻ 21 എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ലിക്കർ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ലിക്കർ? ലിക്കർ മദ്യം എന്താണ്? അപ്പോൾ മദ്യത്തിന് നിർവചനം കൊടുക്കുന്നത് അബ്കാരി ആക്ടിലെ സെക്ഷൻ 3-ക്കകത്തെ സബ്സെക്ഷൻ 10 ആണ്. സബ്സെക്ഷൻ 10 ആണ്. ഓക്കെ, ഏതാണ്? സബ്സെക്ഷൻ 10 ആണ്. സെക്ഷൻ 3-ലെ സബ്സെക്ഷൻ 10 ആണ് ലിക്കറിൻ്റെ നിർവചനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലിക്കർ ഇൻക്ലൂഡ്സ് സ്പിരിറ്റ്സ് ഓഫ് വൈൻ, അരാക്ക്, സ്പിരിറ്റ്സ്, വൈൻ, ടോഡി, ബിയർ ആൻഡ് ആൾ ലിക്വിഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർ കണ്ടെയ്നിങ് ആൽക്കഹോൾ. മദ്യം എന്നാൽ സ്പിരിറ്റ്, വൈന്, കള്ള്, ചാരായം, അതുപോലെ തന്നെ ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളെയും നമ്മൾ എന്ത് പറയുന്നു? മദ്യമെന്ന് പറയുന്നു. ഓക്കെ, മദ്യം എന്ന് പറഞ്ഞാൽ എല്ലാം വരും. അതിലൊക്കെ വരും സ്പിരിറ്റ്, വൈന്, അതുപോലെ തന്നെ അരാക്ക്, ടോഡിയുണ്ട്, ചാരായം, അരാക്ക് ചാരായമാണ്, ടോഡിയുണ്ട്, വൈനുണ്ട്, സ്പിരിറ്റുണ്ട്, ബിയറുണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം എന്ത് അടങ്ങിയിട്ടുണ്ട്? ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആൽക്കഹോൾ അടങ്ങിയ എല്ലാ പാനീയങ്ങളും എന്താണ്? മദ്യമാണ്. അരാക്ക് എന്ന് പറയുന്നത് ചാരായമാണ്, ടോഡിയാണ് കള്ളം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിക്കറിൻ്റെ നിർവചനം കൊടുത്തിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3-ക്കകത്തെ സബ്സെക്ഷൻ 10 ആണ്. 3-ക്കകത്ത് സബ്സെക്ഷൻ 10 ആണ്. അപ്പം എല്ലാം 3-ക്കകത്താണ് കുറേ ഡെഫിനിഷൻസ് കൊടുക്കുന്നത് കേട്ടോ. ലിക്കറിൻ്റെയും ബിയറിൻ്റെയും, കൺട്രി ലിക്കർ, അതുപോലെ തന്നെ ഫോറിൻ ലിക്കർ, അങ്ങനെ പറഞ്ഞ് കുറേ ഡെഫിനിഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അബ്കാരി, റവന്യൂ, അങ്ങനെ കുറേ ഡെഫിനിഷൻസ് വരുന്നത് ഏത് സെക്ഷനകത്താണ്? സെക്ഷൻ 3-ക്കകത്താണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സെക്ഷൻ 3-ക്കകത്താണ് കുറേ ഡെഫിനിഷൻസ് വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതെല്ലാം നമുക്ക് ആവശ്യമില്ല എക്സാമിന്, പക്ഷേ അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത് പറയാം. അപ്പോൾ സെക്ഷൻ 3-ക്കകത്തെ സബ്സെക്ഷൻ 10-നകത്താണ് ലിക്കറിൻ്റെ നിർവചനം കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? ലിക്കർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് സ്പിരിറ്റ്സ് ഓഫ് വൈൻ, അരാക്ക്, സ്പിരിറ്റ്സ്, വൈൻ, ടോഡി, ബിയർ ആൻഡ് ആൾ ലിക്വിഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർ കണ്ടെയ്നിങ് ആൽക്കഹോൾ. ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള എല്ലാ പാനീയങ്ങൾ, അതായത് സ്പിരിറ്റ്, വൈൻ, കള്ള്, ചാരായം, ബിയർ തുടങ്ങിയ എല്ലാ പാനീയങ്ങളും എന്താണ്? മദ്യം എന്ന് പറയുന്ന ഒരു നിർവചനത്തിന് കീഴിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ലിക്കർ എന്ന് പറയുന്നത് എന്താണ്? 2 ടൈപ്പ് ലിക്കറുണ്ട്. ഒന്ന് നമ്മുടെ ഈ പുളിപ്പിച്ച മദ്യങ്ങളുണ്ടല്ലോ. പുളിപ്പിച്ച മദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ബിയർ, കള്ള്, വൈൻ തുടങ്ങിയവയൊക്കെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ലിക്കറാണ്. അല്ലാതെ വാറ്റിയെടുത്തതുണ്ട്, ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ഇതാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ ചാരായം വാറ്റുന്നതാണ്, പിന്നെ സ്പിരിറ്റ്, അതുപോലെ തന്നെ ബ്രാൻഡി, വിസ്കി, റമ്മ്, ഇങ്ങനെ തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ ഉണ്ടല്ലോ. കൊക്കോ ബ്രാൻഡ്, കള്ള് വാറ്റിയെടുക്കുന്ന ചാരായമാണ് എന്ത്? കൊക്കോ ബ്രാൻഡി എന്ന് പറയപ്പെടുന്നത്. കള്ള് വാറ്റിയെടുക്കുന്ന ചാരായമാണ് എന്ത്? കൊക്കോ ബ്രാൻഡി. അപ്പോൾ അതെല്ലാം എന്താണ്? ഡിസ്റ്റിൽഡ് ലിക്കേഴ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയും. വാറ്റിയെടുത്ത മദ്യം അല്ലെങ്കിൽ സ്പിരിറ്റിനകത്ത് വരുന്നതാണ് ഏതൊക്കെ? ചാരായം, കൊക്കോ ബ്രാൻഡി, നമ്മുടെ സ്പിരിറ്റ് വരുന്നുണ്ട്, ബ്രാൻഡി വരുന്നുണ്ട്, വിസ്കി വരുന്നുണ്ട്, റമ്മ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഏതിനകത്ത് വരും? ഡിസ്റ്റിൽഡ് ലിക്കേഴ്സിനകത്ത് വരും. പിന്നെ ഫെർമെൻറ്റഡ് ലിക്കർ, പുളിപ്പിച്ച മദ്യങ്ങളാണ് ഏതൊക്കെ? ബിയർ, വൈന്, കള്ള് ഒക്കെ എന്താണ്? ഫെർമെൻറ്റഡ് ലിക്കറാണ്. അപ്പം 2 വിഭാഗങ്ങളായിട്ട് മദ്യം മെയിനായിട്ട് തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പുളിപ്പിച്ച മദ്യം, അതായത് ഫെർമെൻറ്റഡ് ലിക്കറുണ്ട്, അതുപോലെ തന്നെ വാറ്റിയെടുത്ത മദ്യമുണ്ട്, ഡിസ്റ്റിൽഡ് ലിക്കർ അല്ലെങ്കിൽ സ്പിരിറ്റുണ്ട്. അപ്പോൾ പുളിപ്പിച്ച മദ്യം ഫെർമെൻറ്റഡ് ലിക്കറിനകത്താണ് ബിയറും വൈനും കള്ളൊക്കെ വരുന്നത്. ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് ലിക്കേഴ്സ് അല്ലെങ്കിൽ സ്പിരിറ്റിനകത്താണ് ചാരായം, കൊക്കോ ബ്രാൻഡി, സ്പിരിറ്റ്, ബ്രാൻഡി, വിസ്കി തുടങ്ങിയവയൊക്കെ ഏതിനകത്താണ്? ബ്രാൻഡി, വിസ്കി, നമ്മുടെ റമ്മ്, വോഡ്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു ബ്രാൻഡുകളാണ്. അതെല്ലാം വരും അതിനകത്ത് വരും. ഡിസ്റ്റിൽഡ് ലിക്കേഴ്സിനകത്ത് വരുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ 12, 13, അത് നമ്മുടെ 3 സെക്ഷനകത്ത് സബ്സെക്ഷൻ 12, 13 ആണ്. കൺട്രി ലിക്കറും ഫോറിൻ ലിക്കറും ഉണ്ട്. അപ്പോൾ 2 ടൈപ്പ് ലിക്കറുണ്ട്. മറ്റേത് ക്ലാസിഫിക്കേഷൻ ആണ് ലിക്കർ. ഒന്ന് ഫെർമെൻറ്റഡ് ലിക്കർ ഉണ്ടെന്ന് പറഞ്ഞു, രണ്ടാമത് ഡിസ്റ്റിൽഡ് ലിക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലിക്കറിൻ്റെ 2 ടൈപ്പ് ഉണ്ട്. ലിക്കർ നമ്മൾ പറഞ്ഞു ഏതാണ്? സെക്ഷൻ 3-ക്കകത്ത് സബ്സെക്ഷൻ 10-നകത്താണ് ലിക്കറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ലിക്കർ 2 ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഫെർമെൻറ്റഡ് ലിക്കറും ഡിസ്റ്റിൽഡ് ലിക്കറും പറഞ്ഞു. ഇനി അതിനകത്ത് 2 ടൈപ്പാണുള്ളത്. ഒന്ന് കൺട്രി ലിക്കറും 2 ഫോറിൻ ലിക്കറും. മദ്യത്തെ
നമ്മുടെ നികുതി ഈടാക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് ടാക്സ് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് നാടൻ മദ്യം, കൺട്രി ലിക്കർ. അത് നാടൻ മദ്യം ഏതൊക്കെയാണ് അറിയാമല്ലോ, കള്ള്, ചാരായം, ഇതൊക്കെയാണ് എന്ത് നാടൻ മദ്യം എന്ന് പറയുന്നത്. പിന്നുള്ളത് മെയിനായിട്ട് നമ്മളെ ബിവറേജൊക്കെ വഴി കൊടുക്കുന്ന ഏതാണ്, വിദേശ മദ്യം, ഫോറിൻ ലിക്കറാണ് ഉള്ളത്. വിദേശ മദ്യം, നാടൻ മദ്യം അല്ലാത്ത ബാക്കി എല്ലാ ഏതിനകത്ത് വരും, ഫോറിൻ ലിക്കറിനകത്ത് വരും. അതായത് കള്ളും ചാരായം ഒഴികെ ബാക്കി എല്ലാ റമ്മ്, വിസ്കി, ബ്രാൻഡി, കൊക്കോ ബ്രാൻഡി, ഇതെല്ലാം ഏതിനകത്ത് തന്നെ വരും, നമ്മുടെ വിദേശ മദ്യത്തിനകത്ത് തന്നെ വരും, ഫോറിൻ ലിക്കറിനകത്ത് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു അബ്കാരി ആക്ടിലെ സെക്ഷൻ 3-ക്കകത്താണ് കുറേ ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് നിർവചനം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് അടുത്തതായിട്ട് നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 3 ഇൻ്റർപ്രട്ടേഷൻ. ഇൻ ദിസ് ആക്ട് അൺലെസ് ദർ ബി സംതിങ് റെബിഗ്നൻ ഇൻ ദ സബ്ജക്റ്റ് ഓർ കണ്ടക്സ്റ്റ്. ഇപ്പോൾ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് കുറച്ച് സാങ്കേതിക പദങ്ങളുണ്ട്, ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻസാണ് ഇതിനകത്ത് പറയുന്നത്, സെക്ഷൻ 3-ക്കകത്ത് പറയുന്നത്. ഓക്കെ, അബ്കാരി ആക്ടിലെ സെക്ഷൻ 3-ക്കകത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്, നമ്മുടെ അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളുടെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ലിക്കറിൻ്റെ നമ്മൾ ആൾറെഡി പറഞ്ഞു 310 ആണ് വരുന്നത്. 3 സെക്ഷനകത്തെ സബ്സെക്ഷൻ ഏതാണ് വരുന്നത്, 10-നകത്താണ് ലിക്കറിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ സെക്ഷനിലെ സബ്സെക്ഷൻ 1 ആണ് അബ്കാരി റവന്യൂ. അബ്കാരി റവന്യൂ എന്താണ് നമ്മുടെ മൊഡ്യൂളിനകത്ത് ആ ഒരു ടേം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക, അബ്കാരി റവന്യൂ. അബ്കാരി റവന്യൂ മീൻസ് റവന്യൂ ഡിറൈവ്ഡ് ഓർ ഡിറൈവബിൾ ഫ്രം എനി ഡ്യൂട്ടി, ഫീ, ടാക്സ്, ഫൈൻ ഓർ confiscation imposed or order under the provision of this act or of any other law for the time being in force relating to liquor or intoxicating drugs. അതാണ് അബ്കാരി റവന്യൂ എന്ന് പറയുന്നത്. അബ്കാരി റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം അല്ലെങ്കിൽ നിലവിലെ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചുമത്തപ്പെട്ട നികുതി, പിഴ അല്ലെങ്കിൽ ഫീസ് അല്ലെങ്കിൽ കണ്ടുകെട്ട വസ്തുക്കളുടെ മൂല്യം എന്നർത്ഥമാക്കുന്നതാണ് എന്ത്, അബ്കാരി റവന്യൂ. അബ്കാരി നിയമപ്രകാരം നമുക്ക് കിട്ടുന്ന റവന്യൂവിനെ എല്ലാം എന്ത് പറയുന്നു, അബ്കാരി റവന്യൂ എന്ന് പറയുന്നു. സർക്കാരിലേക്ക് കിട്ടുന്ന റവന്യൂവിനെ എന്താണ്, അബ്കാരി റവന്യൂ എന്നാണ് പറയുന്നതെന്ന് സിമ്പിളായിട്ട് ഓർത്തിരിക്കുക. അബ്കാരി റവന്യൂവിനകത്ത് ആണ് പറയുന്നുണ്ട്, ഡ്യൂട്ടി വരുന്നുണ്ട്, ഫീ പറയുന്നുണ്ട്, ടാക്സ്, ഫൈന്, കോൺഫിസ്കേഷൻ. ഇപ്പോൾ നമ്മൾ അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു, അപ്പോൾ അതിൻ്റെ മൂല്യം ഇതിനകത്ത് വരും, ഈ ഒരു അബ്കാരി റവന്യൂ എന്ന് പറയുന്ന ഒരു ടേമിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം അല്ലെങ്കിൽ നിലവിലെ മറ്റേതെങ്കിലും നിയമപ്രകാരമോ ചുമത്തപ്പെട്ട നികുതി അല്ലെങ്കിൽ ഫീ എന്ന് പറയും, നികുതി അല്ലെങ്കിൽ പിഴ, ഡ്യൂട്ടി, പിന്നെ ഫീസ് അല്ലെങ്കിൽ കണ്ടുകെട്ട വസ്തുക്കളുടെ മൂല്യം, അതായത് കോൺഫിസ്കേഷൻ. ഇപ്പം അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഏതെങ്കിലും ഒരു വാറ്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളൊക്കെ പിടിച്ചു, കുറേ വീപ്പയും അത് സാധനങ്ങൾ, കന്നാസുകളൊക്കെ പിടിച്ചെടുത്തു. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് കേസ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും അത് അതിൻ്റെ ഒരു മൂല്യം നിശ്ചയിച്ചതിന് ശേഷം അത് ലേലത്തിൽ വെച്ചിട്ട് അത് വിറ്റ് എന്ത് ചെയ്യും, ആ ഒരു പൈസ സർക്കാരിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസയാണ് എന്ത്, അബ്കാരി റവന്യൂ എന്ന് പറയുന്നത്. അബ്കാരി റവന്യൂവിനകത്ത് അതിൽ എന്തെങ്കിലും ഡ്യൂട്ടിയോ അല്ലെങ്കിൽ ഫീയോ അല്ലെങ്കിൽ ടാക്സ്, ഫൈന്, അപ്പം ലൈസൻസൊക്കെ ഗ്രാൻറ്റ് ചെയ്യാനായിട്ട് ചില ഫീസുകളൊക്കെ അടയ്ക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈൻ അടയ്ക്കേണ്ടി വരും. ഫൈൻ അടച്ച് തീർപ്പാക്കുന്ന കേസുകളുണ്ട്, ചെറിയ കേസുകൾ. അപ്പോൾ ആ ഒരു ഫൈൻ വരുന്നത് എല്ലാം ഇതിനകത്ത് തന്നെയാണ് വരുന്നത്, അബ്കാരി റവന്യൂ എന്ന് പറയുന്ന ടേമിനകത്താണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം 3(1) എന്ന് പറയുന്ന സെക്ഷനകത്താണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, അബ്കാരി റവന്യൂവിനെ കുറിച്ച് പറയുന്നത്. 3(2) അബ്കാരി സെക്ഷൻ 3-ക്കകത്ത് സബ്സെക്ഷൻ 2-നകത്താണ് അബ്കാരി ഓഫീസറിനെ കുറിച്ച് പറയുന്നത്. അബ്കാരി ഓഫീസർ മീൻസ് Commissioner of Excise or any officer or other person lawfully appointed or invested with powers under section 4 or 5. ഓക്കെ, അപ്പം എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ വകുപ്പ് 4ഉം 5ഉം ഇനി പറയും. ആ ഒരു പ്രകാരം ഈ പദവിയുടെ ചുമതല നിർവഹിക്കുന്നതിനായി നിയമപരമായി നിയമപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനും ആരാണ്, അബ്കാരി ഓഫീസറാണ്. ഓക്കെ, അബ്കാരി ഓഫീസർ എന്ന് പറഞ്ഞാൽ എക്സൈസ് കമ്മീഷണറാണ്, അല്ലെങ്കിൽ അബ്കാരി നിയമത്തിലെ 4-ാമത്തെ 5-ാമത്തെ വകുപ്പ് പ്രകാരം ഈ പദവിയുടെ ചുമതല നിർവഹിക്കാൻ നിയമപരമായി നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെ എന്ത് പറയുന്നു, അബ്കാരി ഓഫീസർ എന്ന് പറയുന്നു. 3(2) അബ്കാരി സെക്ഷൻ 3-ക്കകത്ത് 2A എന്ന് പറയുന്നത് എന്താണ്, ബ്ലെൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ബ്ലെൻഡിങ് മീൻസ് മിക്സിംഗ് ഓഫ് 2 ഡിഫറൻറ്റ് സ്പിരിറ്റ്സ് ഓഫ് ദ സെയിം ഓർ ഡിഫറൻറ്റ് സ്ട്രെങ്ത്. ഒരേപോലുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയിട്ടുള്ള 2 മദ്യങ്ങൾ തമ്മിൽ മിക്സ് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. സെക്ഷൻ ഏതാണ്, 3(2A) ആണ്. സെക്ഷൻ 3-ക്കകത്ത് സബ്സെക്ഷൻ 2A ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, ബ്ലെൻഡിങ്. ബ്ലെൻഡിങ്ങിൻ്റെ മലയാളം മിശ്രണം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബ്ലെൻഡിങ് എന്ന് തന്നെ ഓർത്തിരിക്കുക, ബ്ലെൻഡിങ്. ഓക്കെ, ബ്ലെൻഡിങ് എന്താണ്, ബ്ലെൻഡിങ് മീൻസ് ദ മിക്സിംഗ് ഓഫ് 2 ഡിഫറൻറ്റ് സ്പിരിറ്റ്സ് ഓഫ് ദ സെയിം ഓർ ഡിഫറൻറ്റ് സ്ട്രെങ്ത്. 2 ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പിരിറ്റുകൾ മിക്സ് ചെയ്യുകയാണ്. അവ ചിലപ്പം സെയിം സ്ട്രെങ്ത് ഉള്ളവ അല്ലെങ്കിൽ ഡിഫറൻറ്റ് സ്ട്രെങ്ത് ഉള്ളവ ആകാം. ഓക്കെ, 2B എന്ന് പറയുന്നത് ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ചാണ് പറയുന്നത്. ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ്,
3(2)(b) ആണ്. 3(2)(b) ആണ് ബോണ്ടഡ് വെയർഹൗസിനെ കുറിച്ച് പറയുന്നത്. ബോണ്ടഡ് വെയർഹൗസസ് മീൻസ് എ വെയർഹൗസ് വെയർ ലിക്വർ ഈസ് സ്റ്റോർഡ് ഇൻ ബോണ്ട്. കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളെയാണ് എന്ത് പറയുന്നത്? ബോണ്ടഡ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. സെക്ഷൻ 3(2)(b) കരാർ അടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ചു വെച്ചിരിക്കുന്ന സംഭരണശാലകളെയാണ് ബോണ്ടഡ് വെയർഹൗസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തേനകത്ത് കമ്മീഷണറുടെ നിർവചനമാണ് കൊടുത്തിരിക്കുന്നത്. കമ്മീഷണർ മീൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 4 ക്ലോസ് എ. ഓക്കെ, കമ്മീഷണർ എന്ന് പറയുന്നത് മീൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 4 ക്ലോസ് എ ആണ്. ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി 4 കളക്ടറാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 4 എന്താണ്? കളക്ടറാണ്. മീൻസ് കളക്ടർ ഓഫ് എ ഡിസ്ട്രിക്ട് ആൻഡ് ഇൻക്ലൂഡ്സ് എനി അതർ ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവൺമെൻറ് ടു എക്സസൈസ് ദ പവേഴ്സ് ആൻഡ് പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് എ കളക്ടർ അണ്ടർ ദിസ് ആക്ട്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. കളക്ടർ അറിയാമല്ലോ, ഒരു ജില്ലയുടെ കളക്ടർ. അപ്പോൾ അത് ഇതിനകത്ത് നിർവചനം കൊടുത്തിരിക്കുന്നുണ്ട്. സബ്സെക്ഷൻ 4 ആണ്. ഓക്കെ, സെക്ഷൻ 3 സബ്സെക്ഷൻ 4. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 5 കോമ്പൗണ്ടിങ് ആണ്. നമ്മൾ നേരത്തെ ബ്ലെൻഡിങ് പറഞ്ഞു. കോമ്പൗണ്ടിങ്ങും അതുപോലെ ഒരു നല്ല ടേമാണ്, ഓർത്തിരിക്കുക. കോമ്പൗണ്ടിങ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫോറിൻ ലിക്കർ ബൈ അഡീഷൻ ഓഫ് ഫ്ലേവറിംഗ് ഓർ കളറിംഗ് മാറ്റർ ഓർ ബോത്ത് ടു ഇമ്പോർട്ട് ഓർ ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റ്. അപ്പോൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള സ്പിരിറ്റിൽ അപ്പോൾ അതിൻ്റെ മണത്തിനും രുചിക്കും ഒക്കെ മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ഫ്ലേവർ അല്ലെങ്കിൽ കളറൊക്കെ ചേർക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ഇന്ത്യൻ നിർമ്മിതമോ ആയ സ്പിരിറ്റിൽ അതിൻ്റെ മണമോ രുചിയോ മാറ്റം വരുന്നതിനായിട്ട് ചേർക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ കൃത്രിമമായി നിറമൊക്കെ ചേർക്കുന്നതിനാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, കോമ്പൗണ്ടിങ് എന്താണ്? കോമ്പൗണ്ടിങ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫോറിൻ ലിക്കർ ബൈ ദ അഡീഷൻ ഓഫ് ഫ്ലേവറിംഗ് ഓർ കളർ മാറ്റർ ഓർ ബോത്ത് ടു ഇമ്പോർട്ടഡ് ഓർ ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റ്. ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ഫോറിനായിട്ട് ഇവിടെ എന്താണ് ഇമ്പോർട്ട് ചെയ്ത സ്പിരിറ്റിനകത്ത് കളറ് ഫ്ലേവറൊക്കെ ചേർത്ത് എന്താണ് മദ്യങ്ങൾ വിവിധ ബ്രാൻഡിലുള്ള മദ്യങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആറാമത്തെ സബ്സെക്ഷൻ നോക്കാം. സെക്ഷൻ 3 സബ്സെക്ഷൻ 6 അബ്കാരി ഇൻസ്പെക്ടർ. അബ്കാരി ഇൻസ്പെക്ടർ മീൻസ് ആൻ ഓഫീസർ അപ്പോയിൻറ്റഡ് ബൈ അണ്ടർ സെക്ഷൻ 4 ക്ലോസ് ഡി. ഓക്കെ, സെക്ഷൻ 4 പ്രകാരം നിയമിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അബ്കാരി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്, ക്ലോസ് ഡി പ്രകാരം. ഓക്കെ, അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് നിർവചനം കൊടുത്തിരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സെക്ഷൻ 3 സബ്സെക്ഷൻ 6 ആണ്. അബ്കാരി നിയമത്തിലെ സെക്ഷൻ 4D പ്രകാരം നിയമിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? അബ്കാരി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 6A നോക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. അരാക്ക്, ചാരായത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് എനി പോർട്ടബിൾ ലിക്കർ അതർ ദാൻ ടോഡി, ബിയർ, സ്പിരിറ്റ് ഓഫ് വൈൻ, ഇന്ത്യൻ മെയ്ഡ് സ്പിരിറ്റ്, ഫോറിൻ ലിക്കർ ആൻഡ് എനി മെഡിസിനൽ പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് ആൽക്കഹോൾ മാനുഫാക്ചർഡ് അക്കോർഡിംഗ് ടു എ ഫോർമുല പ്രിസ്ക്രൈബ്ഡ് ഇൻ എ Pharmacopoeia approved by Government of India or the Government of Kerala or manufactured according to a formula approved by the Government of Kerala in respect of patent and proprietary preparations or approved as a bona fide medicinal preparation by expert committee appointed under section 68 of a act. Okay, അപ്പോൾ 6A ആണ് അരാക്കിനെ കുറിച്ച് പറയുന്നത്, ചാരായത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ചാരായത്തിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതെന്ന് വെച്ചാൽ സെക്ഷൻ 3 സബ്സെക്ഷൻ ഏതാണ്? 6A ആണ്. ഓക്കെ, അപ്പോൾ ചാരായം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പറയുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കള്ള് അല്ലെങ്കിൽ ബിയർ, സ്പിരിറ്റ്, വൈൻ, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച ആൽക്കഹോൾ അടങ്ങിയ ദ്രാവകങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഒഴികെ ലഹരി മുക്തമായ ഏത് പാനീയം എന്ന് പറയുന്നു? ചാരായം എന്ന വിഭാഗത്തിൽ പെടുന്നു. ഓക്കെ, ലഹരി മുക്തമായിട്ടുള്ള ലഹരിയുള്ള ഏത് പാനീയം ഏത് വിഭാഗത്തിൽ പെടുന്നു? ചാരായം എന്ന വിഭാഗത്തിൽ പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈൻ, വിദേശ മദ്യം, പിന്നെ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അംഗീകൃത ഫോർമുല പ്രകാരം നിർമ്മിച്ച കുറേ ആൽക്കഹോൾ അടങ്ങിയ ദ്രാവകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴികെയുള്ള ഏത് പാനീയം എന്താണ്? ചാരായം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ചാരായത്തിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് വെച്ചാൽ 3 സബ്സെക്ഷൻ 6A ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 3 സബ്സെക്ഷൻ 7 ഇംപ്രിസൺമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇംപ്രിസൺ മീൻസ് ഇംപ്രിസൺമെൻറ്റ് ഓഫ് എയ്തർ ഡിസ്ക്രിപ്ഷൻ ആസ് ഡിഫൈൻഡ് ഇൻ ദ IPC പ്രകാരം കൊടുത്തിരിക്കുന്ന നിർവചനം ഉണ്ടല്ലോ, നമ്മുടെ ഇംപ്രിസൺമെൻറ്റ് എന്താണ് തടവ്, അതിൻ്റെ അതേ സംഭവം തന്നെയാണ് ഇംപ്രിസൺമെൻറ്റ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് സബ്സെക്ഷൻ 8 3 സബ്സെക്ഷൻ 8 ഇമ്പോർട്ടൻ്റ് ആണ്. ടോഡി മീൻസ് ഫെർമെൻറ്റഡ് ഓർ അൺഫെർമെൻറ്റഡ് ജ്യൂസ് ഡ്രാൻ ഫ്രം എ കോക്കനട്ട്, അതുപോലെ തന്നെ പാമേറ, ഡേറ്റ് ഓർ എനി അതർ കൈൻഡ് ഓഫ് പാം ട്രീ. ഓക്കെ, അബ്കാരി ആക്ടിൽ കള്ളിന് നിർവചനം കൊടുത്തിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് വെച്ചാൽ ഏതാണ്? സെക്ഷൻ 3 സബ്സെക്ഷൻ 8 ആണ്. സബ്സെക്ഷൻ 8 ആണ്. കള്ള് എന്നാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കോക്കനട്ട്, തെങ്ങ്, അല്ലെങ്കിൽ പാമിറ, ഡേറ്റ്, പന, അല്ലെങ്കിൽ എനി അതർ കൈൻഡ് ഓഫ് പാം ട്രീ, ഈന്തപ്പന, അങ്ങനെ ഏതെങ്കിലും ഒരു പനമരങ്ങളിൽ നിന്നൊക്കെ വേർതിരിച്ചെടുത്ത പുളിപ്പിച്ചതോ പുളിപ്പിക്കാത്തതോ ആയ ലഹരി മുക്തമായിട്ടുള്ള പാനീയമാണ്, ലഹരിയുള്ള പാനീയമാണ് എന്ത്? കള്ളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തെങ്ങ് അല്ലെങ്കിൽ പനയെന്നൊക്കെ ചെത്തിയെടുക്കുന്ന എന്ത് തന്നെയാണ്? കള്ളാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് വെച്ചാൽ 3 സബ്സെക്ഷൻ 8 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 3 9 സ്പിരിറ്റ്. ഓക്കെ, സ്പിരിറ്റിനെ കുറിച്ച് പറയാം. സ്പിരിറ്റ് മീൻസ് എനി ലിക്വർ കണ്ടെയ്നിങ് ആൽക്കഹോൾ ആൻഡ് ഒബ്ടൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഏതെങ്കിലും ഒരു പാനീയം അതിന് ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചെടുത്തതും അതിന് എന്തുണ്ട്?
ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് പറയുന്നു? സ്പിരിറ്റ് എന്ന് പറയുന്നു. ഡിസ്റ്റിലേഷന് വേണ്ടി നിർമ്മിച്ചതും ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുമായിട്ടുള്ള എനി ലിക്വർ മദ്യത്തിന് എന്താണ് പറയുന്നത്? സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അബ്കാരി ആക്ടിൽ സ്പിരിറ്റ് നിർവചനം നൽകിയ സെക്ഷൻ ചോദിച്ചിരുന്ന സെക്ഷൻ 3(9) ആണ്. 3(9) ആണ്. സ്പീഡിൽ പറയുന്നത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് 3(9) ആണ്. ഓക്കെ, അബ്കാരി ആക്ടിലെ 3(9) എന്തിനെക്കുറിച്ച് പറയുന്നു? സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സ്പിരിറ്റ് എന്താണ്? ലിക്കർ കണ്ടനിങ് ആൽക്കഹോൾ ആൻഡ് ഒബ്റ്റൈൻഡ് ബൈ ഡിസ്റ്റിലേഷൻ വഴി നിർമ്മിച്ചിട്ടുള്ള ലിക്കറാണ് എന്ത്? അതിനകത്ത് എന്ത് അടങ്ങിയിട്ടുണ്ട്? കണ്ടെയ്നിങ് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ലിക്കറാണ് എന്ത്? സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 10 ലിക്കറിനെ കുറിച്ചാണ് പറയുന്നത്, മദ്യത്തിനെ കുറിച്ചാണ് 10-നകത്ത് പറയുന്നത്. സെക്ഷൻ 3(10)-നകത്ത് ലിക്കറിനെ കുറിച്ച് പറയുന്നു. അത് നേരത്തെ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു. ഓക്കെ, ലിക്കറിനകത്ത് വൈന്, സ്പിരിറ്റ് ഓഫ് വൈന്, അരാക്ക്, സ്പിരിറ്റ്, വൈന്, ടോഡി, ബിയർ, ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് അടങ്ങും, ലിക്കറിനകത്ത് അടങ്ങും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പക്ഷേ സ്പിരിറ്റ് ആണെങ്കിൽ എന്താണ്? ഡിസ്റ്റിൽഡ് ചെയ്തെടുത്ത സാധനമാണ്. അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയുന്നു? സ്പിരിറ്റ് എന്ന് പറയുന്നു. ലിക്കറിനകത്ത് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടും. സ്പിരിറ്റും ഉൾപ്പെടും, ടോഡിയും ഉൾപ്പെടും, അരാക്കും, എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉൾപ്പെടും, ലിക്കറിനകത്ത് ഉൾപ്പെടും. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബിയറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3(11)-നകത്താണ്, 11-നകത്താണ് ബിയറിനെ കുറിച്ച് പറയുന്ന നിർവചനം കൊടുത്തിരിക്കുന്നത്. ബിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്ലൂഡ്സ് അലേ, സ്റ്റൗട്ട്, പോർട്ടർ ആൻഡ് ആൾ അതർ ഫെർമെൻറ്റഡ് ലിക്വിഡ്സ് യൂഷ്വലി മെയ്ഡ് ഫ്രം മാൾട്ട്. ഓക്കെ, ബിയർ എന്നാൽ മാൾട്ടിൽ നിന്ന് പൊളിപ്പിച്ചുണ്ടാക്കുന്ന അല്ലേ, അതുപോലെ തന്നെ സ്റ്റൗട്ട്, പോർട്ടർ തുടങ്ങിയ പാനീയങ്ങൾ എല്ലാം എന്താണ്? ബിയറാണ്. ഓക്കെ, മാൾട്ടിൽ നിന്ന് പൊളിപ്പിച്ചെടുക്കുന്നതാണ് എന്ത്? ബിയർ എന്ന് പറയുന്നത്. അതിന് നിർവചനം കൊടുത്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 3(11)-നകത്ത് അതിനെക്കുറിച്ച് നിർവചനം കൊടുത്തിരിക്കുന്നത്. ഇനി കൺട്രി ലിക്കർ, ഫോറിൻ ലിക്കർ നമ്മൾ നേരത്തെ പറഞ്ഞു. കൺട്രി ലിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാടൻ മദ്യമാണ്. ഏതൊക്കെയാണ് വരുന്നത്? ടോഡിയും വരുന്നുണ്ട്, അരാക്കും വരുന്നുണ്ട്. ടോഡി കള്ളും ചാരായനകത്ത് വരുന്നുണ്ട്. ഫോറിൻ ലിക്കറിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഫോറിൻ ലിക്കറിനകത്ത് ഈ നമ്മുടെ നാടൻ മദ്യം ഒഴികെയുള്ള എല്ലാ മദ്യങ്ങളും എന്താണ്? ഫോറിൻ ലിക്കറാണ്. അതിനകത്ത് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഫോറിൻ ലിക്കറിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഓക്കെ, ഫോറിൻ ലിക്കറിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? വൈന്, റമ്മ്, വിസ്കി, ബ്രാൻഡി തുടങ്ങിയ സാധനങ്ങളെല്ലാം ഫോറിൻ ലിക്കേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോറിൻ ലിക്കർ എന്ന് പറഞ്ഞാൽ നാടൻ മദ്യം ഒഴികെയുള്ള കൺട്രി ലിക്കർ അല്ലാത്തവയെല്ലാം എന്ത് തന്നെയാണ്? ഫോറിൻ ലിക്കർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനകത്ത് 13A ഉണ്ട്, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. വിദേശത്ത് നിർമ്മിച്ച വിദേശ മദ്യം. വിദേശത്ത് നിർമ്മിച്ച വിദേശ മദ്യത്തെയാണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത്. FMFL മീൻസ് എനി ലിക്കർ പ്രൊഡ്യൂസ്ഡ്, മാനുഫാക്ചർഡ് ഓർ ബ്ലെൻഡഡ്, കോമ്പൗണ്ടഡ് ആൻഡ് ബോട്ടിൽഡ് എബ്രോഡ് ആൻഡ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ബൈ ലാൻഡ്, എയർ ഓർ സീ. ഇപ്പം ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്കർ പ്രൊഡ്യൂസ് ചെയ്തതും മാനുഫാക്ചർ ചെയ്തതും ബ്ലെൻഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ബ്ലെൻഡ് എന്താണ്? ബ്ലെൻഡ് ചെയ്യുന്നത് 2 ടൈപ്പ് സ്പിരിറ്റ് മിക്സ് ചെയ്തെടുക്കുന്നതിന് ബ്ലെൻഡ്, ഒരേ വീര്യമുള്ളതോ അല്ലെങ്കിൽ വ്യത്യസ്ത വീര്യമുള്ളതോ ആയിട്ടുള്ള 2 സ്പിരിറ്റുകൾ മിക്സ് ചെയ്തെടുക്കുന്നതിന് ബ്ലെൻഡിങ്. അതുപോലെ ബ്ലെൻഡിങ് നടന്നതും കോമ്പൗണ്ടഡ്, അതിനകത്ത് കളറും ഫ്ലേവറും ഒക്കെ ചേർക്കുന്നത് എല്ലാം വിദേശത്ത്, ബോട്ടിൽ ചെയ്തത് എല്ലാം എവിടെ വെച്ച്? വിദേശത്ത് വെച്ചിട്ടാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള മദ്യത്തെയാണ് എന്ത് പറയുന്നത്? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് പറയുന്നത്. അതിന് നിർവചനം കൊടുത്തിരിക്കുന്നത് 13A ആണ്. സെക്ഷൻ 3-കകത്തെ 13 സബ്സെക്ഷൻ 13A. ഓക്കെ, അബ്കാരി ആക്ടിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് വെച്ചാൽ ഏതാണ്? സെക്ഷൻ 3(13)A ആണ്. ഓക്കെ, ഇനി 3(13)B-കകത്താണ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനെ കുറിച്ച് പറയുന്നത്. IMFL മീൻസ് ഫോറിൻ ലിക്കർ അതർ ദാൻ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. ഓക്കെ, അപ്പം ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ അല്ലാതെ ഉള്ള ഫോറിൻ ലിക്കറെല്ലാം എന്താണ്? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറാണ്. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏത് സെക്ഷനകത്താണ്? സെക്ഷൻ 3-കകത്ത് 13B-കകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അബ്കാരി ആക്ടിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ നിർവചനം നൽകിയ സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 3-കകത്ത് 13B ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നാൽ വിദേശ നിർമ്മിത വിദേശ മദ്യവും അല്ലാതെ ഇന്ത്യയിൽ നിർമ്മിച്ച ഏത് വിദേശ മദ്യവും എന്ത് തന്നെയാണ്? അതായത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വിദേശ മദ്യത്തിനെയാണ് എന്ത് പറയുന്നത്? ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3-കകത്ത് 14 ആണ്. 14 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് മീൻസ് എനി ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസ് അതർ ദാൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ഓർ എ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് റെഗുലേറ്റഡ് ബൈ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 വിച്ച് ഗവൺമെൻറ് മേ ബി നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ടു ബി ആൻ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. ഓക്കെ, അപ്പോൾ 1985 നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന പദാർത്ഥം, സൈക്കോട്രോപിക് പദാർത്ഥങ്ങളും വേദന സംഹാരികൾ അല്ലെങ്കിൽ ഉറക്കഗുളികളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴികെയുള്ള ഏത് ലഹരി വസ്തുക്കളും എന്ത് തന്നെയാണ്? ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985-നകത്ത് പ്രതിപാദിച്ചിട്ടില്ലാത്ത ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഡ്രഗുകളെല്ലാം ഇതിനകത്ത് വരും. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിനകത്ത് വരും. സെക്ഷൻ ഏതാണ്? 314-നകത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് 15 സെക്ഷൻ 3-കകത്തെ സബ്സെക്ഷൻ 15 ആണ്. സെയിൽ ഓർ സെല്ലിംഗ്, വിൽപ്പനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കൈമാറ്റവും അത് പാരിതോഷികമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അത് എന്താണ്? വിൽപ്പനയുടെ പരിധിയിൽ വരും. ഓക്കെ, ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും, ലിക്കർ ആയാലും ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ആയാലും എല്ലാം വിൽപ്പനയുടെ ഒരു പരിധിയിൽ വരും. എന്താണ്? ഏത് തരത്തിലുള്ള ഒരു കൈമാറ്റം, അത് ഇപ്പോൾ പാരിതോഷികമായിട്ട് കൊടുക്കുകയാണ്, ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും അത് എന്തിൻ്റെ പരിധിയിൽ വരും? വിൽപ്പനയുടെ പരിധിയിൽ വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 3-കകത്ത് 16 16-ാമത്തെ സബ്സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ട് എന്താണ്?
മീൻസ് ബ്രിങ് ഇൻ ടു ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒരു ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. സംസ്ഥാനത്തേക്ക് ഒരു ലഹരി പദാർത്ഥം കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത്? ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അടുത്തത് എന്തായാലും എക്സ്പോർട്ട് വരും. 17 എന്താണ്? എക്സ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. മീൻസ് ടു ടേക്ക് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡോക്സായി, ഇമ്പോർട്ടായി, എക്സ്പോർട്ടായി, അത് രണ്ടും ഓർത്തിരിക്കുക. 16 ഇമ്പോർട്ടും 17 എക്സ്പോർട്ടുമാണ്. 15 സെയിൽ അല്ലെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് ആണ് 17A, ട്രാൻസിറ്റ്. ആ ഒരു പദം ഓർത്തിരിക്കുക, ട്രാൻസിറ്റ്. ട്രാൻസിറ്റിൻ്റെ മലയാളം കൊണ്ടുപോകലെന്ന് വേണമെങ്കിൽ പറയാം. 17A എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്റ് മീൻസ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ഇൻ എ സ്റ്റേറ്റ് ടു അനദർ പ്ലേസ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓർ ടു എനി അതർ സ്റ്റേറ്റ് ത്രൂ ദ ടെറിട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള. ഓക്കെ, അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്നും ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്കോ കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയുന്നത്? ട്രാൻസിറ്റ് എന്ന് പറയുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതായത് നമ്മൾ ഇമ്പോർട്ട് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്, എക്സ്പോർട്ട് പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു പദം ഉദ്ദേശിക്കുന്നത്? 317A ആണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്നും ഒരു സംസ്ഥാനത്തിൻ്റെ മറ്റു സ്ഥലത്തേക്ക്, നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, അത് ട്രാൻസിറ്റാണ്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ കേന്ദ്രഭരണ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പം കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യുന്നു? മാഹിയിലേക്ക് കൊണ്ടുപോകുന്നു, അത് കേന്ദ്രഭരണ പ്രദേശമാണ്. അങ്ങനെയൊക്കെയുള്ള കൊണ്ടുപോകുന്നതിനാണ് എന്ത് പറയുന്നത്? ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഏതാണ് സെക്ഷൻ? 317A ആണ്. 3 സെക്ഷനകത്ത് സബ്സെക്ഷൻ ഏതാണ്? 17A, 17A ആണ്. ഓക്കെ, നെക്സ്റ്റ് 18 ട്രാൻസ്പോർട്ട്. കടത്തെന്ന് മലയാളത്തിൽ പറയും, ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് മീൻസ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തിൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് കടത്താണ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ടേം ഓർത്തിരിക്കുക. സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏത് വിധത്തിൽ കൊണ്ടുപോയാലും അത് കടത്താണ്, ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, ട്രാൻസ്പോർട്ട് ആണ്. അപ്പോൾ ഒരു ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനകത്ത് രണ്ട് പ്രദേശങ്ങൾക്കിടയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനകത്ത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കൊണ്ടുപോയാൽ അതെന്താണ്? കടത്തെന്നാണ് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 18 എന്ത് പറയുന്നത്? ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. ഇനി 19 മാനുഫാക്ചർ, ഉൽപ്പാദനം എന്ന് പറയും. സെക്ഷൻ 319 എന്ത്? ഉൽപ്പാദനം എന്ന് പറയുന്നത്. മാനുഫാക്ചർ ഇൻക്ലൂഡ്സ് എവരി പ്രോസസ് വെദർ നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ ബൈ വിച്ച് എനി ഫെർമെൻറ്റഡ് സ്പീരീഷ്യസ് ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ഈസ് പ്രൊഡ്യൂസ്ഡ്, prepared, compounded or blended, and also redistillation and every process for the rectification of liquor. അപ്പോൾ എന്താണ് മാനുഫാക്ചർ എന്ന് പറയുന്നത്? ഉൽപ്പാദനമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും കൃത്രിമമായിട്ടോ വാറ്റിയതോ പുളിപ്പിച്ചതായിട്ടുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഒരു എന്താണ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഉൽപ്പാദനം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് എടുക്കുന്നത് കള്ള്, അല്ലെങ്കിൽ കൃത്രിമമായിട്ട് വാറ്റിയെടുക്കുന്നത് ചാരായ, അല്ലെങ്കിൽ അങ്ങനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നതോ അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് മാനുഫാക്ചർ എന്ന് പറയുന്നത്. അപ്പം ഉൽപ്പാദനത്തിൻ്റെ പരിധിയിൽ വരുന്നത് എന്തൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഡിസ്റ്റിലേഷൻ വരുന്നുണ്ട്, ബ്ലെൻഡിങ് വരുന്നുണ്ട്, ആ ഒരു പ്രോസസ്സുകളെല്ലാം വരുന്നുണ്ട്, അത് പറയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? സ്പിരീഷ്യസ്, പ്രിപ്പയർഡ്, കോമ്പൗണ്ടഡ് വരുന്നുണ്ട്, ബ്ലെൻഡഡ് വരുന്നുണ്ട്, റീഡിസ്റ്റിലേഷൻ, റെക്ടിഫിക്കേഷൻ ഓഫ് സ്പിരിറ്റ്, പ്രോസസ് ഫോർ ദ റെക്ടിഫിക്കേഷൻ ഓഫ് സ്പിരിറ്റ്, എല്ലാം എന്താണ്? ആ ഒരു പ്രോസസ്സ് എല്ലാം എന്താണ്? മദ്യം നിർമ്മിക്കുന്ന ആ പ്രോസസ്സ് എല്ലാം എന്താണ്? ഉൽപ്പാദനം എന്നാണ് പറയുന്നത്, മാനുഫാക്ചർ. ഓക്കെ, 19A നമ്മുടെ ബോട്ടിലിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത് വിൽക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ബോട്ടിൽ ചെയ്യും. അതിനാണ് ബോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മദ്യം വിൽക്കുന്നതിന് വേണ്ടി വീപ്പ പോലുള്ള വലിയ പാത്രങ്ങളിലോ കുപ്പി, ജാറ്, ഫ്ലാസ്ക് തുടങ്ങിയ സംഭരണങ്ങളിലേക്ക് മാറ്റുന്നതും, അതുപോലെ തന്നെ ചെറിയ കുപ്പികളിലാക്കി മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റുന്നതും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ബോട്ടിലിങ്ങിൻ്റെ പരിധിയിൽ വരും. ബോട്ടിൽ മീൻസ് ടു ട്രാൻസ്ഫർ ലിക്കർ ഫ്രം എ കാസ്ക് ഓർ അതർ വെസൽസ് ടു ബോട്ടിൽ, ജാർ, ഫ്ലാസ്ക്, സിമിലർ വെസൽ പർപ്പസ് ഓഫ് സെയിൽ, വെദർ എനി പ്രോസസ് ഓഫ് മാനുഫാക്ചർ ബി എംപ്ലോയിഡ് ഓർ നോട്ട്, ആൻഡ് ഇൻക്ലൂഡ്സ് റീ ബോട്ടിലിംഗ്. അതെല്ലാം ഇതിനകത്ത് വരും. ബോട്ടിലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് വരും. ഓക്കെ, ബോട്ടിലിംഗ് ഏതാണ്? 19A ആണ്. സെക്ഷൻ 3 19A. ഓക്കെ, 20 റെക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 20 റെക്ടിഫിക്കേഷൻ. ഓക്കെ, റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് എവരി പ്രോസസ് വെയർ സ്പിരിറ്റ്സ് ആർ പ്യൂരിഫൈഡ് ഓർ കളേർഡ് ഓർ ഫ്ലേവേർഡ് ബൈ മേക്കിംഗ് എനി മെറ്റീരിയൽ ദെയർ വിത്ത്. ഓക്കെ, സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ അല്ലെങ്കിൽ നിറമോ ഫ്ലേവറോ ചേർക്കുന്ന പ്രക്രിയയൊക്കെയാണ് എന്ത് പറയുന്നത്? റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 21 സെക്ഷൻ 21 എന്താണ്? സബ്സെക്ഷൻ 21 പ്ലേസ് ആണ്. പ്ലേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കി. പ്ലേസ് ഇൻക്ലൂഡ്സ് ആൾസോ എ ഹൗസ്, ബിൽഡിംഗ്, ഷോപ്പ്, ടെൻറ്റ്, ബൂത്ത്, റാഫ്റ്റ്, വെഹിക്കിൾ ആൻഡ് വെസൽസ്. അപ്പം വീട്, കെട്ടിടം, കടമുറി, വാഹനം, ടെൻറ്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങിയ ഈ അബ്കാരി നിയമത്തിന് പ്രകാരം സ്ഥലം എന്ന് പറയുന്ന ഒരു ടേമിനകത്ത് ഈ ഒരു സാധനങ്ങളെല്ലാം ഉൾപ്പെടും. സ്ഥലം എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെ ഉൾപ്പെടും? വീട് ഉൾപ്പെടും, കെട്ടിടം ഉൾപ്പെടും, ഏതെങ്കിലും ഒരു കടമുറി വെച്ചിട്ടാണ് പരിപാടിയെങ്കിൽ അത് ഉൾപ്പെടും, വാഹനങ്ങൾ കൊണ്ടുവന്ന് കടത്താൻ ഉപയോഗിക്കുന്ന ആ വാഹനം ഉൾപ്പെടും, ടെൻറ്റ് ഉണ്ടെങ്കിൽ ടെൻറ്റ് ഉൾപ്പെടും, ചങ്ങാടങ്ങൾ ഉണ്ടെങ്കിൽ ചങ്ങാടങ്ങൾ ഉൾപ്പെടും, ബൂത്ത് ഉണ്ടെങ്കിൽ ബൂത്ത് ഉൾപ്പെടും. റാഫ്റ്റ് എന്ന് പറയുന്നത് ചങ്ങാടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? ഉൾപ്പെടും.
ഓക്കെ. പ്ലേസ് എന്ന് പറയുന്നൊരു സ്ഥലം, അതിന് ഡെഫിനിഷൻ കൊടുക്കുന്ന ഏത് സെക്ഷനാണ്? സെക്ഷൻ 3-ക്കകത്തെ സബ്സെക്ഷൻ 21 ആണ്. സബ്സെക്ഷൻ 21 ആണ്. ഓക്കെ. നെക്സ്റ്റ് 3-ക്കകത്തെ 23 ആണ് നമുക്ക് നോക്കാനുള്ളത്. റെൻ്റൽ മീൻസ് റെൻ്റൽ പേയബിൾ അണ്ടർ സെക്ഷൻ 18A ഇൻ കൺസിഡറേഷൻ ഓഫ് ദ ഗ്രാൻഡ് ഓഫ് ആൻ എക്സ്ക്ലൂസീവ് ഓർ അതർ പ്രിവിലേജ് ഓഫ് മാനുഫാക്ചറിങ്, സപ്ലൈയിങ് ഓർ സെല്ലിംഗ് എനി ലിക്വർ ഓർ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്. റെൻ്റൽ എന്ന് പറഞ്ഞാൽ 18A പ്രകാരം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കാനോ വിൽപ്പനയ്ക്കോ വേണ്ടിയുള്ള അനുമതിക്കായി നൽകേണ്ട ഒരു തുകയാണ് എന്ത് പറയുന്നത്? റെൻ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 18A പ്രകാരം മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനോ വിൽക്കാനോ വേണ്ടിയുള്ള അനുമതിക്കായി നൽകേണ്ട തുകയുണ്ടല്ലോ, ലൈസൻസ് എടുക്കാനായിട്ട് നൽകേണ്ട തുകയാണ് എന്ത് പറയുന്നത്? റെൻ്റൽ എന്ന് പറയുന്നത്. 323 ആണ് ആ ഒരു സെക്ഷൻ വരുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 24 സ്റ്റേറ്റ് അറിയാമല്ലോ നമുക്ക്, നമ്മുടെ സ്റ്റേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. 25 വെയർ ഹൗസ് ആണ്. വെയർ ഹൗസ് മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് എ ഡിസ്റ്റിലറി, ബ്രൂവറി, വൈനറി ഓർ അതർ മാനുഫാക്ചറി വെയർ ലിക്കർ ഇൻറ്റൻഡഡ് ടു ഫോർ ഇഷ്യൂ ഈസ് കെപ്റ്റ് ഇൻക്ലൂഡ്സ് എ വെയർ ഹൗസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സ്പെഷ്യൽ ലൈസൻസ് ടേക്കൺ ഔട്ട് അണ്ടർ ദ ആക്ട് ഓർ റൂൾസ്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ വാറ്റ് കേന്ദ്രം അല്ലെങ്കിൽ വൈൻ നിർമ്മാണ കേന്ദ്രം, ബ്രൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ചിരിക്കുന്ന പ്രത്യേക അനുമതി നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്ത്? വെയർ ഹൗസുകളെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട്, ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള സംഭരണ കേന്ദ്രമാണ് ബോണ്ടഡ് വെയർ ഹൗസ്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ അനുമതി കിട്ടിയ സ്ഥലങ്ങളാണ്. വെയർ ഹൗസ് മീൻസ് ദാറ്റ് ദ പാർട്ട് ഓഫ് ഡിസ്റ്റിലറി അല്ലെങ്കിൽ ബ്രൂവറി അല്ലെങ്കിൽ വൈനറി അതർ മാനുഫാക്ചറി വെയർ ലിക്വർ ഇൻറ്റൻഡഡ് ടു ഫോർ ഇഷ്യൂ ഈസ് കെപ്റ്റ്, മദ്യം സൂക്ഷിച്ച് വയ്ക്കാം, ഇൻക്ലൂഡ്സ് വെയർ ഹൗസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ദ സ്പെഷ്യൽ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളാണ്. ഓക്കെ. വാറ്റ് കേന്ദ്രം അല്ലെങ്കിൽ വൈൻ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ബ്രൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ച് വയ്ക്കുന്നതിന് പ്രത്യേകം അനുമതി നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്ത്? വെയർ ഹൗസുകളെന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മൾ കുറേ സെഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെച്ച് വിശദമായിട്ട് ഇത് പഠിക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഇത് തിരിഞ്ഞു പോകും. അപ്പം സെക്ഷൻ 3-ക്കകത്ത് തന്നെ നമ്മൾ കുറേ സബ്സെക്ഷൻസ് പറഞ്ഞു. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കുക. ഒരെണ്ണം വിട്ടുപോയി. 322 ടാപ്പിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ടാപ്പ് മീൻസ് ടു പ്രിപ്പയർ ഓർ മാനിപ്പുലേറ്റ് ദ സാപ്തെ ഓർ അതർ പാർട്ട് ഓഫ് എനി ടോഡി പ്രൊഡ്യൂസിംഗ് ട്രീ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് എക്സ്ട്രാക്ടിങ് ടോഡി ദെയർ ഫ്രം ദ അറ്റാച്ച് ഓഫ് പോഡ്സ് ഈസ് നോട്ട് നെസസറി ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ ആക്ട്. ഓക്കെ. അപ്പോൾ ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ള് വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി മരത്തിലോ കലമോ മറ്റനുബന്ധ വസ്തുക്കളോ വെച്ച് കടിപ്പിക്കുന്നത്. അപ്പം കള്ള് ചെത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അത് പറയുന്നത് 322-നകത്താണ് പറയുന്നത്. പിന്നെ 21 നമ്മൾ പറഞ്ഞു പ്ലേസ്. 21A എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷൻ തന്നെ, അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും സെഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നവരെ താങ്ക് യു.